ഹലോ നമസ്കാരം കൂട്ടുകാരെ. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. 1805 ടു 1871 കാലഘട്ടം. ജനനം 1805 ഫെബ്രുവരി 10. ജന്മസ്ഥലം കൈനകരി ആലപ്പുഴ. ജന്മഗൃഹം ചാവറ ഭവൻ. പിതാവ് ഐക്കോ കുര്യാക്കോസ്. മാതാവ് മറിയം തോപ്പിൽ. മരണം 1871 ജനുവരി 3. ഒന്നുകൂടെ നോക്കാം. ജനനം 1805 ഫെബ്രുവരി 10. ജന്മസ്ഥലം കൈനകരി ആലപ്പുഴ. ജന്മഗൃഹം ചാവറ ഭവൻ. പിതാവ് ഐക്കോ കുര്യാക്കോസ്. മാതാവ് മറിയം തോപ്പിൽ. മരണം 1871 ജനുവരി 3. കാലത്തിനു മുൻപിൽ നടന്ന നവോത്ഥാന നായകൻ എന്ന വിശേഷണമുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ദേവദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആദ്യത്തെ കേരളീയ വികാരി ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ചൻ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട പള്ളി. ചാവറയച്ചൻ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട പള്ളിയാണ് ചേന്നങ്കിരി പാരിഷ് ചർച്ച്. ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴയിൽ കുളത്തിലൊക്കെ ചെന്നിട്ട് സ്നാനം ചെയ്യുമ്പോൾ എന്ത് കാണും? അവിടെ ചെമന്ന താമര കാണും. ചേന്നങ്കരി അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. അടുത്തത്, ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് ആർത്തുങ്കൽ പള്ളി. പുരോഹിതനായി എന്ന് കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആർത്തു വിളിച്ചു. ആർത്തുങ്കൽ പള്ളി. ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണ് ആർത്തുങ്കൽ പള്ളി. ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം 1829. ഓക്കെ. അപ്പോൾ 1805 ജനിച്ചു. പുരോഹിത വൃത്തിയിൽ ഏർപ്പെട്ടത് 1829. ഓക്കെ. അപ്പോൾ 24ാമത്തെ വയസ്സിലാണ് അല്ലേ? ഓക്കെ. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ 1846 കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മാന്നാനം, കോട്ടയം, കൂനമ്മാവ്, എറണാകുളം. ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ 1846 കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മാന്നാനം, കോട്ടയം, കൂനമ്മാവ്, എറണാകുളം. 1846 എന്ന് പറയുന്ന വർഷത്തിനും അതുപോലെ മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്തിനും വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരുപാട് അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നടത്തപ്പെട്ടത് ഈ മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. അപ്പോൾ അത് ഈ മാന്നാനം എന്ന് പറയുന്ന സ്ഥലം നന്നായി ഓർത്തിരിക്കാം. ഈ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു. മാന്നാനം, കോട്ടയം, കൂനമ്മാവ്, എറണാകുളം. വർഷം 1846. കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആര്? ചാവറയച്ചൻ. കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം വർഷം 1846 സ്ഥാപിച്ചുകൊണ്ടാണ് ചാവറയച്ചൻ നവോത്ഥാനം ആരംഭിച്ചത്. ചാവറയച്ചൻ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത് മാന്നാനം, കോട്ടയം. ആദ്യമായിട്ട് ചാവറയച്ചൻ സ്ഥാപിച്ച സെമിനാരി എവിടെയാണ്? മാന്നാനം, കോട്ടയം. 1833. കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നു. എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പള്ളിക്കൊരു പള്ളിക്കൂടം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാവറയച്ചൻ. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ സ്കൂളുകളെ പള്ളിക്കൂടം എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ പള്ളിക്കൂടം എന്നുള്ള പദം തന്നെ കിട്ടിയത് ഏതിൽ നിന്നാണ്? ചാവറയച്ചൻ്റെ പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായത്തിൽ നിന്നാണ്. പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചു. എവിടെയാണ്? കൂനമ്മാവിൽ പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായിട്ട് ബോർഡിംഗ് സ്കൂൾ ആരംഭിച്ചു. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. PYQ ആണ്. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് ആരാണ്? ചാവറയച്ചൻ. സെൻറ്റ് ജോസഫ് പ്രസ് നോക്കാം. 1846 കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അറിയപ്പെടുന്നത് വാഴത്തട വിപ്ലവം എന്നാണ്. വർഷം പറഞ്ഞു. 1846 എന്ന് പറയുന്ന വർഷത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് പ്രാധാന്യം? 1846 കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അറിയപ്പെടുന്നത് വാഴത്തട വിപ്ലവം എന്നാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. 1846
മാന്നാനത്ത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ത് സ്ഥാപിച്ചു? ഒരു പ്രസ് സ്ഥാപിച്ചു. അതിൻ്റെ പേര് സെൻറ്റ് ജോസഫ് പ്രസ്. 1846 സ്ഥാപിച്ചത്. എന്താണ് അതിൻ്റെ പ്രസക്തി? കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ജ്ഞാനപീയൂഷം എവിടെ അച്ചടിച്ചതാണ്? സെൻറ്റ് ജോസഫ് പ്രസ്. എവിടെയാണ്? മാന്നാനം അല്ലേ? മാന്നാനത്ത് സ്ഥാപിച്ച കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. വർഷം 1846. സ്ഥാപിച്ചത് മാന്നാനം. അതിൻ്റെ പ്രത്യേകത കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ്. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8. 1986 ഫെബ്രുവരി 8. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആരാണ്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ആരാണ്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെ കൂടെ 1986 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടത് സിസ്റ്റർ അൽഫോൻസയാണ്. അപ്പോൾ അതേ വർഷം 1986 തന്നെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ്? സിസ്റ്റർ അൽഫോൻസ. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് 2014 നവംബർ 23. നോക്കൂ, രണ്ടും വ്യത്യാസമുണ്ട്, ഓർത്തിരിക്കുക. ആദ്യത്തെ എന്താ പറഞ്ഞ? വാഴ്ത്തപ്പെട്ടവൻ അല്ലേ? വാഴ്ത്തപ്പെട്ടു, അതിനുശേഷമാണ് വിശുദ്ധനാക്കപ്പെട്ടത്. ഓക്കെ, വാഴ്ത്തപ്പെട്ടത് 1986 ഫെബ്രുവരി 8-നും വിശുദ്ധനാക്കപ്പെട്ടത് 2014 നവംബർ 23-നുമാണ്. 2014 നവംബർ 23. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ്. ആരാണ്? പോപ്പ് ഫ്രാൻസിസ് ആണ് ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. പോപ്പാക്കിയത്, നല്ല പോപ്പാക്കിയത്, അങ്ങനെ അങ്ങ് കണക്ട് ചെയ്യുക. ഓക്കെ, വിശുദ്ധനാക്കിയത്, പ്രസിദ്ധനാക്കിയത് എന്നൊക്കെ പറയുന്ന രീതിയിൽ, പോപ്പുലർ ആക്കിയത് എന്നുള്ള രീതിയിൽ പോപ്പ് ഫ്രാൻസിസ് എന്ന് കണക്ട് ചെയ്യുക. ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏവു പ്രാസ്യാമിയാണ്. ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഏത് വർഷം? 2014 തന്നെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഏവു പ്രാസ്യാമ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, കാർമലൈറ്റ്സ് ഓഫ് മാരി ഇമാക്കുലേറ്റ്, CMI. എന്താണ് CMI? ഈ CMI സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. CMI എന്ന് പറയുന്നത് ഒരു സഭയാണ്. CMI സഭ സ്ഥാപിതമായത് 1831 മെയ് 11 മാന്നാനം, കോട്ടയം. അപ്പോൾ ഈ CMI സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? മാന്നാനത്താണ്. ഏതാണ് വർഷം? 1831 മെയ് 11. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് CMI ആണ്. അപ്പോൾ ഇന്ത്യയിലെ ക്രിസ്തീയ സന്യാസി സഭ, ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് ഏത്? CMI എന്ന് പറയുന്നത്. കാർമലൈറ്റ്സ് ഓഫ് മാരി ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന സന്യാസി സഭ എന്ത് സന്യാസി സഭയാണ്? ക്രിസ്തീയ സന്യാസി സഭ. ആദ്യ ക്രിസ്തീയ സന്യാസി സഭ എവിടത്തെ? ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയാണ് CMI. ഇത് സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വർഷം 1831. എവിടെയാണ്? മാന്നാനം, കോട്ടയം. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. CMI സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വർഷം 1831 മെയ് 11 മാന്നാനം, കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് CMI ആണ്. ക്ലിയർ അല്ലേ? CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറ അച്ഛൻ്റെ സഹകാരികളായിരുന്നു പാലയ്ക്കൽ തോമ മാൽപ്പൻ, പോരുകര തോമസ് അച്ഛൻ. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറ അച്ഛൻ്റെ സഹായികൾ ആയിരുന്നു ആരൊക്കെ? പാലയ്ക്കൽ തോമ മാൽപ്പനും പോരുകര തോമസ് അച്ഛനും. ഓക്കെ, CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ആരായിരുന്നു? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ, CMC എന്നത് എന്താണ്? സന്യാസിനി സഭയാണ്. ഇത് സ്ഥാപിച്ചത് 1866 CMC എന്നത് എന്താണ്? സന്യാസിനി സഭയാണ്. സ്ഥാപിച്ചത് 1866. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അമലോത്ഭവ ദാസ സംഘം
സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ച പ്രസ് എവിടെ വെച്ചാണ് നസ്രാണി ദീപിക അച്ചടിച്ചത്? സെൻറ്റ് ജോസഫ് പ്രസ്, മാന്നാനം, കോട്ടയം. അപ്പോൾ നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ച പ്രസ് ഏതാണ്? സെൻറ്റ് ജോസഫ് പ്രസ്, മാന്നാനം, കോട്ടയം. അടുത്തത് സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വികാരിയായത് 1861 സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വികാരിയായി. ഏതു വർഷം? 1861. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത് കൂനമ്മാവിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? കൂനമ്മാവിൽ. നമ്മളപ്പോൾ ഒന്ന് ഓർക്കുക, മാവുണ്ട്, അവിടെ വെച്ചിട്ടാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത്. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഈ പള്ളിക്ക് അടുത്തുള്ള മാവും തോപ്പുകളൊക്കെ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കിട്ടാത്തവർക്ക് കേട്ടോ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത് കൂനമ്മാവ്, കൊച്ചി. ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് സെൻറ്റ് ജോസഫ് പള്ളി, മാന്നാനം. സെൻറ്റ് ജോസഫ് പള്ളി മാന്നാനത്താണ് ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്? 1987 ഡിസംബർ 20. 1987 ഡിസംബർ 20. നോക്കൂ, ചാവറയെ വാഴ്ത്തപ്പെട്ടവനാക്കിയത് 1986 അതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെയാണ് അദ്ദേഹത്തെ തപാൽ സ്റ്റാമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1987 ഡിസംബർ 20. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? KC ചാക്കോ. ആരാണ്? KC ചാക്കോ ആണ് ചാവറയച്ചൻ ഒരു രേഖാചിത്രം. ചാവറയച്ചൻ്റെ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് KC ചാക്കോ ആണ്. ചാവറയച്ചനെ കുറിച്ച് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ഫാദർ തോമസ് പന്തപ്ലാക്കനാണ്. ചാവറയച്ചനെ കുറിച്ച് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ഫാദർ തോമസ് പന്തപ്ലാക്കൻ. ഒരു ഡിഫറെൻറ്റ് നെയിമാണ് അല്ലേ. ചാവറയച്ചനെ കുറിച്ച് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ഫാദർ തോമസ് പന്തപ്ലാക്കനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചിരിക്കാം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ ചാവറ. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ചാവറയച്ചനാണ്. ആദ്യത്തെ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത് എവിടേക്കാണ്? മാന്നാനവും കൂനമ്മാവിലും. ഏതാ വർഷം? 1846. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറയച്ചനാണ്. അതുപോലെ പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചത് കൂനമ്മാവിലാണ് ചാവറയച്ചൻ. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് ആരാണ്? ചാവറയച്ചനാണ്. 1846 വാഴത്തട വിപ്ലവം. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടായ മുന്നേറ്റം അറിയപ്പെടുന്ന വാഴത്തട വിപ്ലവം എന്നാണ്. കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. CMI സഭ സ്ഥാപിച്ചത് 1831. ഇതെന്താണ്? ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയാണ്. സന്യാസിനി സഭ അറിയപ്പെടുന്നത് CMC എന്നാണ്. വർഷം 1866. അമലോത്ഭവദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ്? സെൻറ്റ് ജോസഫ് പ്രസ്, മാന്നാനം. അതുപോലെ ചാവറയെ വാഴ്ത്തപ്പെട്ടവനാക്കിയത് 1986 ഫെബ്രുവരി 8. അതേസമയം വാഴ്ത്തപ്പെട്ടവളാക്കിയത് ആരാണ്? സിസ്റ്റർ അൽഫോൺസാമ. അങ്ങനെ ചാവറയെയും അൽഫോൺസാമയെയും വിശുദ്ധരാക്കിയത് ആരാണ്? ജോൺ പോൾ II മാർപ്പാപ്പയാണ്. അതുപോലെ ചാവറയച്ചനെ വിശുദ്ധനല്ല, വാഴ്ത്തപ്പെട്ടവളാക്കിയത് അൽഫോൺസാമയെയും വാഴ്ത്തപ്പെട്ടവളാക്കിയതും ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനാക്കിയതും ആരാണ്? ജോൺ പോൾ II മാർപ്പാപ്പയാണ്. ഇനി ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആരാണ്? പോപ്പ് ഫ്രാൻസിസ് ആണ്. ഏതാ വർഷം? 2014 നവംബർ 23. ചാവറയച്ചനോടൊപ്പം വിശുദ്ധിയാക്കിയത് ആരാണ്? എവുപ്രാസ്യാമിയാണ്. ഓക്കെ, അതേപോലെ ചാവറയച്ചൻ്റെ ചാവറയച്ചനെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1987 ഡിസംബർ 20. ചാവറയച്ചൻ്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് സെൻറ്റ് ജോസഫ് പള്ളി, മാന്നാനം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത് എവിടെയാണ്? കൂനമ്മാവിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഓർത്തിരിക്കുക.
അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃതികൾ, ചാവറയച്ചൻ ഒരു രേഖാചിത്രം വരെ എന്ന കൃതി എഴുതിയത് ആരാണ്? KC ചാക്കോ ആണ്. ചാവറയച്ചനെക്കുറിച്ച് എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഫാദർ തോമസ് പന്തപ്ലാക്കനാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. താങ്ക്